ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രമുഖ യൂട്യൂബറായ കൈസിനെതിരെ ഒരു വീഡിയോ സജി ഇറക്കിയിട്ടുണ്ട്. അത് കേട്ടാൽ ചിലപ്പോൾ ചെറിയ കുട്ടികൾ വരെ പഠിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെ കൈസ് സജിതക്കെതിരെ 2-3 വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇറക്കിയതൊക്കെ ഇവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരുടെ കുടുംബകാര്യം ചർച്ച ചെയ്യുന്നതുമായി സംബന്ധിച്ച്, അതുപോലെ ഉമ്മ വിളിച്ച് പറഞ്ഞതിൻ്റെ പ്രകാരം ഒക്കെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കൈസ്. അപ്പോഴൊക്കെ ഈ സജി കൈസിനെതിരെ വളരെ മോശമായ രീതിയിൽ ഇതുപോലെ യൂട്യൂബിൽ ലൈവിൽ വന്നിട്ടൊക്കെ പറയാറുണ്ടായിരുന്നു. ഓക്കെ, അത് അവർക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്, അതുപോലെ കൈസിന് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇവർ പറയുന്നത് ഇവരുടെ വീഡിയോ ഞാൻ എന്ത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും അതൊക്കെ ചോദിക്കാൻ നീ ആരാടാന്ന് കൈസിനോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാത്തിനുള്ള റൈറ്റ്സ് ഇവിടെ ഉണ്ട്, മനസ്സിലായോ? നമ്മൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുന്നുണ്ട്, അതിനെതിരെ സംസാരിക്കാൻ, അത് തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ സജി അങ്ങനെയല്ല പറയുന്നത്, ഞാൻ എന്ത് വീഡിയോ ആണെങ്കിലും അപ്ലോഡ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് ചോദിക്കാനുള്ള അവകാശം ഇല്ലയെന്നാണ് പറയുന്നത്. കുടുംബത്തിൽ കയറി കളിക്കണ്ടെന്നും പറയുന്നുണ്ട്. കുടുംബത്തിൽ കയറി കളിക്കണ്ടെങ്കിൽ കുടുംബകാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വിളിച്ച് പറയാനും തെറിയഭിഷേകം നടത്താനും നിനക്ക് ആരധികാരം തന്നു? അങ്ങനെ തന്നതുപോലെ തന്നെ എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം നമ്മൾക്കുണ്ട്. ഓക്കെ, നമ്മളിനിയും ഈ യൂട്യൂബേഴ്സ് ഇനിയും നിനക്കെതിരെ വീഡിയോ ഇടും. കാരണം നീ അഹങ്കാരത്തോടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഇല്ലേ, നമ്മൾ ഈ ചോറാണ് തിന്നുന്നത്, മനസ്സിലായോ? നിന്നെപ്പോലെ ചോറ് തന്നെയാണ് തിന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ, അത് ദഹിച്ചങ്ങ് ഇറക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മളത് ചോദ്യം ചെയ്തെന്ന് വരും. അത് സഹിക്കാനുള്ള ത്രാണി ഉണ്ടെങ്കിൽ മാത്രം യൂട്യൂബ് ചാനലിലൂടെ ഇത്തരം കാര്യങ്ങൾ വിളമ്പാൻ വരിക. ഓക്കെ, അപ്പോൾ സജി നടത്തുന്ന ഈ ഒരു കാര്യം നമുക്ക് കേട്ടു നോക്കിയാലോ. എന്താണ് പറയുന്നത്? കൈസിൻ്റെ ഫാമിലീനെയും ഉമ്മാനെ, അതുപോലെ പെങ്ങളെ, ഭാര്യനെയും കൂടെ അടക്കാന്ന് ഇതിൽ പറയുന്നത് ഗൈസ്. അപ്പം നിങ്ങൾ അഭിപ്രായം ഇതിൽ അറിയിക്കാം, എന്താണെന്ന് നമുക്ക് കേട്ടോ. കൈസിന്റെ എല്ലാ ചരിത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് മോനെ. നീ നോക്കി വെച്ച മോനെ, നിന്റെ കുടുംബം ഞാൻ കൊള്ളുന്നുണ്ട്. നിന്റെ കുടുംബല്ലേ, നീ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ച നിന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ എനിക്കറിയാം. ഓക്കെ, അതിനുള്ള പണിയൊക്കെ ഷാജി നടന്നുകൊണ്ടിരിക്കണേ. ഞാൻ ഒതുങ്ങിയിരുന്നോന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട കൈസേ. നീ എന്റെ വീട്ടിൽ കാണുന്നുണ്ടാവുമല്ലോ. നീ കാസർഗോഡല്ല, കണ്ണൂരല്ല, നീ ഈ ഭൂലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ പൊക്കാനുള്ള പൂട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കണ, നിന്റെ കുടുംബത്തിൽ ഞാൻ കയറി കളിക്കാടാ. നിനക്കും ഉണ്ടല്ലോ അമ്മയും പെങ്ങന്മാരും ബാക്കിയുള്ളതും മറിച്ചവരും കല്യാണം കഴിഞ്ഞ് പുതുദമ്പതികളാണ്. പുതുദമ്പതികൾക്കുള്ളതൊക്കെ നമുക്ക് കൊടുക്കണ്ടേ? നീ വിചാരിച്ചു ഞാൻ അതാ എന്റെ വീഡിയോ അങ്ങോട്ട് കഴിഞ്ഞു പറഞ്ഞ നീ ഇതിനെ നാളെ വേറെ കണ്ടന്റ് ആക്കിട്ട് വരും. നീ തീട്ടം ആയതുകൊണ്ട് നീ ഇത് വേറെ കണ്ടന്റ് ആക്കി. കാരണം നിനക്ക് ഞാൻ മറന്നു കാണുന്നു. മറക്കില്ലടാ മോനെ, മറക്കില്ല, ഒരിക്കലും മറക്കില്ല. നീ എനിക്കിട്ട് തന്ന പണി എന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് നീ കളിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടൂല, നിന്റെ കുടുംബത്തിൽ പറയുന്നത് മനസ്സിലായി. കുടുംബക്കാര് തമ്മിൽ പല പ്രശ്നമുണ്ടാവും, പലതും ഞാൻ പറയും, പല വീഡിയോസും ഞാൻ ഇടും. നീ ആരാ അതിൽ കയറി കളിക്കാന്? നീ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് കളിക്കുന്ന പോലെ എന്റെ അടുത്ത് കളിക്കണ്ട നീട്ടാ. എല്ലാ പെണ്ണുങ്ങളെ പോലെ അല്ല ഞാൻ ഒന്ന് വെറൈറ്റിയാണ്. 100-1 ഇത് കാണുള്ളൂ. നീ ഓർത്ത് വെച്ച നീ ഓർത്ത് വെച്ചതാണ് നിനക്ക് നല്ലത്. ഞാൻ മറക്കോ അങ്ങനെ? നീ എനിക്കിട്ട് തന്ന പണി ഞാൻ മറക്കോടാ മോനെ. കൈസേ, മിസ്റ്റർ കൈസേ, തീട്ടം നീനി കെട്ടികൾക്ക് തീട്ടം നിന്നെ കൊണ്ടുകൊടുക്കണ്ടല്ലോ. നീ മറ്റേ ഇങ്ങനെ ഉണ്ടാക്കിയ കാശ്, ഞങ്ങളിലേക്ക് വിറ്റുണ്ടാക്കിയ കാശ് നീ കെട്ടികൾക്കും നിന്റെ അനിയനിക്കും നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും ഒക്കെ നീ കൊണ്ടു കൊടുക്കണ്ടല്ലോ തീട്ടം തിന്നാന്. അങ്ങനെ തീട്ടം നിന്നിട്ട് നിനക്ക് എന്താടാ കിട്ടുന്നത്? തീട്ടം നീനിയെ നിനക്ക് അങ്ങനെ എന്താടാ തീട്ടം നീനിയെ കിട്ടുന്നത്? നിനക്ക് കക്കൂസിന് തീട്ടം മാരി തിന്നല്ലേ ഇനി നല്ലത്? നിന്റെ വീട്ടിലെ കക്കൂസ് ഉണ്ടെങ്കിൽ അതിന് തീട്ടം മാരി തിന്നല്ലേ നിനക്ക് നല്ലതാണ് വഴി. നിന്റെ കെട്ടിയോളില് കൂടെ കിടക്കണത് നീ വീഡിയോ ആയിട്ട് അങ്ങോട്ട് ഇട്ടുക. അടിപൊളി റീച്ച് ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. നിന്റെ കെട്ടിയോളെ കൂടെ നീ കിടക്കണില്ലേ? ഡെയിലി കിടക്കണ്ടോ, അതോ ആഴ്ചയിൽ പോയി കിടക്കണ്ടോ, മാസത്തിൽ പോയി കിടക്കണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കിടക്കണ വീഡിയോ നീ കണ്ട് ലൈവായിട്ട് ഇടുക. അല്ലെങ്കിൽ നീ വീഡിയോ എടുത്ത് വെക്കുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നീ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിനക്ക് 1 മില്യൺ 2 മില്യൺ നല്ല മില്യൺ കണക്കിന് കയറും. എന്നിട്ട് നീ കാശ് ഉണ്ടാക്കിയിട്ട് തിന്നറായി. അല്ലെങ്കിൽ നിന്റെ ഉമ്മാനെ നിന്റെ കെട്ടിയോളിനെ ആരെന്നെങ്കിലും വെച്ച് ചെയ്താൽ മതി. നല്ല പൈസ ഉണ്ടാക്കാം നിനക്ക്. നല്ല അടിപൊളിയായിട്ട് നിനക്ക് ഞങ്ങളെ വെച്ചിട്ടുണ്ടാക്കുമല്ല, നിന്റെ ഉമ്മാനെയും കെട്ടിയോളിനൊക്കെ ആകുമ്പോ അടിപൊളിയായിട്ട് കയറും. നിനക്ക് ഡോളർ വന്നോണ്ടേയിരിക്കും. നിന്റെ അക്കൗണ്ടിൽ ഡോളർ വന്നോണ്ടേയിരിക്കും. നിനക്ക് ലക്ഷങ്ങൾ നേടാം, ലക്ഷങ്ങളല്ല കോടികൾ നേടാം. നിന്റെ കെട്ടിയുള്ള കൂടെ കിടക്കണത് വീഡിയോ ഇടുക. എന്നിട്ട് നീ
അപ്പോൾ വീഡിയോയിൽ ഖൈസിൻ്റെ ഫാമിലിനെ കുറിച്ച് ഈ സ്ത്രീ വളരെ മോശമായ രീതിയിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പം ഖൈസിന് പറയാനുണ്ടാവും. അതിൻ്റെ മറുപടിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ.